ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSA നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മൊഡ്യൂൾ 4 എത്തോളജിയിലെ ഫിറമോൺസ്, ഫിറമോണുകൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. എന്താണ് ഫിറമോണുകൾ അഥവാ ഫിറമോൺസ്? ഒരു ജീവിവർഗത്തിൽപ്പെട്ടവർക്ക് അതേ ജീവിവർഗത്തിൽപ്പെട്ട മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്താൻ അവരുടെ ബോഡിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില രാസപദാർത്ഥങ്ങളെയാണ് ഫിറമോണുകൾ എന്നറിയപ്പെടുന്നത്. ഉറുമ്പുകൾ വരി വരിയായി പോകുന്നു, അതിന് കാരണം ഫിറമോൺസ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലെ. അപ്പൊ ആ ഉറുമ്പുകൾ തമ്മിൽ ഒരു ആശയ കൈമാറ്റം നടത്താൻ വേണ്ടി അവരുടെ ബോഡിയിൽ നിന്നും സ്രവിക്കുന്ന ചില രാസപദാർത്ഥങ്ങളാണ് ഫിറമോണുകൾ എന്ന് പറയുന്നത്. ഈ ഫിറമോണുകളെ പ്രധാനമായിട്ടും 3 തരത്തിൽ തിരിക്കാം. 1 റിലീസറുകൾ, 2 പ്രൈമറുകൾ, 3 ഇൻപ്രിന്ററുകൾ. റിലീസേഴ്സ്, പ്രൈമേഴ്സ് ആൻഡ് ഇൻപ്രിന്റേഴ്സ്, ഇങ്ങനെ 3 ടൈപ്പ് ഫിറമോൺസ് ആണ് കാണപ്പെടുന്നത്. അതിലാദ്യതാണ് റിലീസറുകൾ. കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ അഥവാ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ മധ്യസ്ഥതയിലുള്ള വളരെ പെട്ടെന്നും പ്രത്യേകവും താൽക്കാലികവുമായിട്ടുള്ള പ്രതികരണങ്ങൾ നൽകുന്ന ഫിറമോണുകളെയാണ് റിലീസറുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ മീഡിയേഷൻ നടത്തുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ കേന്ദ്ര നാഡീവ്യൂഹം, അതുമായി ചേർന്നിട്ടാണ് ഈ ഫിറമോണുകൾ ആക്ട് ചെയ്യുന്നത്. ഇവ വിവിധ തരത്തിലുണ്ട്. ട്രയൽ ഫിറമോണുകൾ, തിരിച്ചറിയൽ ഫിറമോണുകൾ, അലാറം അഥവാ ആപൽ സൂചന ഫിറമോണുകൾ, മാർക്കർ ഫിറമോണുകൾ, ലൈംഗിക ഉത്തേജക ഫിറമോണുകൾ അഥവാ സെക്സ് ഫിറമോണുകൾ. ഇങ്ങനെ വിവിധ തരത്തിലുള്ള റിലീസറുകളുണ്ട്. ട്രയൽ ഫിറമോണുകൾ, തിരിച്ചറിയൽ ഫിറമോണുകൾ, ആപൽ സൂചന ഫിറമോണുകൾ, മാർക്കർ ആൻഡ് ലൈംഗിക ഉത്തേജന ഫിറമോണുകൾ. ഇതെല്ലാം തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ മധ്യസ്ഥയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ ഒന്നാമതാണ് ട്രയൽ ഫിറമോണുകൾ. ഒരു കോളനിയിലെ അംഗങ്ങളെ ഭക്ഷണ സ്രോതസ്സിലേക്കോ അല്ലെങ്കിൽ അഭയ കേന്ദ്രത്തിലേക്കോ നയിക്കുന്നതിനുള്ള സിഗ്നലിംഗ് ഫിറമോണുകളെയാണ് ട്രയൽ ഫിറമോണുകൾ എന്ന് പറയുന്നത്. ഉറുമ്പ് വരി വരിയായി പോകുന്നു, ഒരു ഫുഡ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉറുമ്പിന്റെ ബോഡിയിൽ നിന്നുണ്ടാകുന്ന ഫിറമോണുകൾ അത് വർക്ക് ചെയ്തതിന് ഫലമായിട്ട് മറ്റു ഉറുമ്പുകൾ വരി വരിയായിട്ട് ആ സോഴ്സിലേക്ക് നടന്നു നീങ്ങുന്നു അല്ലെങ്കിൽ സഞ്ചരിക്കുന്നു. അപ്പൊ അതുപോലെ ഒരു ഭക്ഷണ സ്രോതസ്സിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഭയ കേന്ദ്രത്തിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള മറ്റേതെങ്കിലും സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്കോ ഇവരെ നയിക്കുന്നത്. അപ്പൊ അവർക്കെല്ലാം ഒരുമിച്ച് പോകാൻ ആ ഒരു കൂട്ടമായിട്ട് പോകുന്നതിന് അതിന് കാരണമായിട്ടുള്ള ഫിറമോണുകളെയാണ് ട്രയൽ ഫിറമോണുകൾ എന്നറിയപ്പെടുന്നത്. ഉദാഹരണം, തേനീച്ചയിലെ ജോലിക്കാർ തേനീച്ചകൾ പുറത്തുവിടുന്ന ജെറാനിയോൾ എന്ന ഫിറമോൺ കാരണം മറ്റു ജോലിക്കാരെ ആ ഒരു ഭക്ഷണ സ്രോതസ്സിലോട്ട് നയിക്കുന്നു. അപ്പൊ തേനീച്ചകളിലുള്ള ഒരു ഫിറമോണാണ് ജെറാനിയോൾ. അതിലെ ജോലിക്കാരാണ് ശ്രമിക്കുന്നത്. ഈ ജോലിക്കാർ എന്ത് ചെയ്യുന്നു? ഈ ഫിറമോണിന്റെ സഹായത്താൽ മറ്റുള്ളവരെ ഭക്ഷണ സ്രോതസ്സിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് തിരിച്ചറിയൽ ഫിറമോണുകൾ. ഒരു കോളനിയിലെ സ്പീഷീസിനെയോ അംഗങ്ങളെയോ പരസ്പരം തിരിച്ചറിയാൻ സഹായിക്കുന്ന സിഗ്നലിംഗ് ഫിറമോണുകളെയാണ് തിരിച്ചറിയൽ ഫിറമോൺ എന്ന് പറയുന്നത്. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള ജീവജാലങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ സഹായിക്കുന്ന തിരിച്ചറിയൽ ഫിറമോണുകൾ. അടുത്തത് അലാറം ഫിറമോണുകൾ അഥവാ ആപൽ സൂചന ഫിറമോണുകൾ. അംഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ആപത്തുണ്ടായാൽ ആ ആപത്തിന്റെയും ഭീഷണിയുടെയും സൂചന നൽകാൻ സഹായിക്കുന്ന ഫിറമോണുകളാണ് ആപൽ സൂചന ഫിറമോണുകൾ. ഇപ്പൊ എന്തെങ്കിലും ഒരു ആപത്ത് വരികയാണെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടി, അംഗങ്ങളെ അറിയിക്കാൻ വേണ്ടി, അതിന്റെ സൂചന നൽകാൻ വേണ്ടി ബോഡിയിൽ നിന്നും പുറത്തുവിടുന്ന അല്ലെങ്കിൽ സ്രവിക്കുന്ന ഫിറമോണുകളാണ് ആപൽ സൂചന ഫിറമോൺ. കൂടുതൽ ഇത് കാണിക്കുന്നത് ചിതലുകൾ, ഉറുമ്പുകൾ എന്നിവയിലാണ് ഇങ്ങനത്തെ ഫിറമോൺസ് കൂടുതൽ കാണപ്പെടുന്നത്. അടുത്തതാണ് മാർക്കർ ഫിറമോണുകൾ. അധീന പ്രദേശ പരിധി അടയാളപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിറമോണുകൾ. ഇപ്പൊ തേനീച്ചയായാലും ഉറുമ്പായാലും ചിതലായാലും അവരുടെ ഒരു പ്രദേശം, അധീന പ്രദേശം, അത് അടയാളപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിറമോണുകളെയാണ് മാർക്കർ ഫിറമോണുകൾ എന്ന് അറിയപ്പെടുന്നത്. ലൈംഗിക ഉത്തേജക ഫിറമോണുകൾ അഥവാ സെക്സ് ഫിറമോണുകൾ. അത് എന്താണെന്ന് ആ പേരിൽ തന്നെ നമുക്കറിയാം. ലൈംഗിക പ്രത്യുൽപാദനത്തിന് വേണ്ടി എതിർ ലിംഗത്തെ ആകർഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫിറമോണുകളാണ് ലൈംഗിക ഉത്തേജന ഫിറമോണുകൾ. അതായത് ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫിറമോണുകൾ ഉപയോഗിക്കുന്നത്. അതിന് ഉദാഹരണം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പെൺ പട്ടുനൂൽ ശലഭം, പട്ടുനൂൽ പുഴുവിന്റെ പെൺ പട്ടുനൂൽ ശലഭം പുറത്തുവിടുന്ന ഒരു ഫിറമോണിന്റെ പേരാണ് ബോംബിക്കോൾ. അതുപോലെ ആൺ വെരുക് പുറത്തുവിടുന്നത് സിവറ്റോൾ. അതുപോലെ കസ്തൂരിമാൻ പുറത്തുവിടുന്നതാണ് മസ്കോൾ. അതുപോലെ ജിപ്സി മോത്താണെങ്കിൽ ഡിസ്പാർല. ഇങ്ങനെ പല, ജിപ്സി മോത്ത് ഒരു മോത്താണ്, നിശാചലഭമാണ് ഡിസ്പാർല. ഇങ്ങനെ ഓരോ ജീവികളിലും സെക്സ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പുറത്തുവിടുന്ന ഫിറമോൺസുകളുണ്ട്. അതാണ് ബോംബിക്കോൾ. അത് പട്ടുനൂൽ പുഴുവിലാണ്. വെരികിലാണെങ്കിൽ സിവറ്റോൾ, കസ്തൂരിമാനിൽ മസ്കോൾ, ജിപ്സി മോത്തില് ഡിസ്പാർല. രണ്ടാമത്തെ ടൈപ്പാണ് പ്രൈമറുകൾ. ഇത്തരം
ഫിറമോണുകളുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ജീവിയിലെ ഹോർമോൺ വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുക, അതോടൊപ്പം അവരുടെ നാഡീവ്യൂഹങ്ങൾ പ്രവർത്തനക്ഷമമാക്കുക. അപ്പൊ ഹോർമോൺ വ്യവസ്ഥകളും വ്യൂഹങ്ങളും പ്രവർത്തനക്ഷമമാക്കുക. അതുവഴി ആ ജീവികൾക്ക് ഒരു സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന വലിയൊരു കാലയളവിൽ നീണ്ടു നിൽക്കുന്ന ശാരീരിക മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇതിനു വേണ്ടി സഹായിക്കുന്ന ഫിറമോണുകളെയാണ് പ്രൈമേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം, വെട്ടുകിളികളിൽ അതിന്റെ പക്വത ആർജിക്കാൻ വേണ്ടി സഹായിക്കുന്ന മെച്ചുറേഷൻ ഫിറമോണുകളും, അതുപോലെ തേനീച്ചകളിൽ കാണപ്പെടുന്ന ഇൻഹിബിഷൻ ഫെറമോണുകളും അവരുടെ ബോഡിയുടെ ഒരു ശാരീരിക മാറ്റത്തിന്, അത് സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്, ലോങ് ടൈം നിൽക്കുന്ന മാറ്റങ്ങളായിരിക്കും, ആ ഒരു മാറ്റത്തിന് സഹായിക്കുന്ന, അതുപോലെ അവരുടെ ബോഡിയിലെ നാഡീവ്യൂഹങ്ങളും ഹോർമോൺ വ്യവസ്ഥകളൊക്കെ പ്രവർത്തനക്ഷമമാകാൻ സഹായിക്കുന്ന ഫെറമോണുകളെയാണ് പ്രൈമേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അടുത്താണ് ഇൻപ്രിന്റേഴ്സ് അഥവാ ഇൻപ്രിന്റിംഗ് ഫിറമോണുകൾ. നവജാത ശിശുവിന്റെ കേന്ദ്ര നാഡീവ്യൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഫിറമോണുകളാണ്. അതായത് പുതുതായിട്ട് ജനിച്ച ഒരു കുഞ്ഞിന്റെ കേന്ദ്ര നാഡീവ്യൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഫിറമോണുകളാണ് ഇൻപ്രിന്റേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇത് മുതിർന്നു വരുമ്പോൾ ആ മുതിർന്നവരുടെ പ്രത്യുൽപാദന സ്വഭാവത്തിൽ സ്ഥിരമായ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും. ഈ ഒരു ഹോർമോൺ ഉള്ളത് കൊണ്ടാണ് ആ ഒരു നവജാത ശിശു വളർന്നു വരുമ്പോൾ അവരുടെ പ്രത്യുൽപാദന സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. മനുഷ്യ ഫിറമോണുകൾ. മനുഷ്യരുടെ ശരീരത്തും ഒരുപാട് ഫിറമോണുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലൈംഗിക ആകർഷണത്തിന് വേണ്ടിയും അമ്മ ശിശു ബന്ധത്തിന് വേണ്ടിയും തുടങ്ങിയ മനുഷ്യരുടെ പല സ്വഭാവങ്ങൾക്ക് ഫിറമോണുകൾ പ്രധാന സ്ഥാനമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഗന്ധം വഹിക്കുന്ന വസ്തുക്കൾ, ഇപ്പം നമ്മുടെ ബോഡിയിൽ നിന്നൊക്കെ ഒരുപാട് സ്മെല്ലുണ്ടാക്കുന്ന പല വസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട്. അതിന് കാരണമായ ഗ്രന്ഥികളുണ്ട്. ആ ഗ്രന്ഥികളിൽ തന്നെയാണ് ഈ ഫിറമോണുകൾ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഉദാഹരണം, സ്തനഗ്രന്ഥികൾ, വിയർപ്പ് ഗ്രന്ഥികൾ, ഉമിനീർ ഗ്രന്ഥികൾ, മയോബ്യോമിൻ ഗ്രന്ഥികൾ, നാസിക ഗ്രന്ഥികൾ, പൃഷ്ഠഗ്രന്ഥികൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ദെൻ യോനി ഗ്രന്ഥികൾ തുടങ്ങിയ ഗ്രന്ഥികളെല്ലാം തന്നെ ഒരു പ്രത്യേക സ്മെല്ലിന് കാരണമായ സ്രവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ സ്രവങ്ങളിൽ തന്നെ ഫിറമോണുകളുടെ അംശം ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മനുഷ്യന്റെ മൂത്രം, വിയർപ്പ്, കണ്ണുനീർ, യോനി സ്രവം തുടങ്ങിയവയിലും ഫിറമോണുകൾ അടങ്ങിയിരിക്കുന്നു വിശ്വസിക്കപ്പെടുന്നു. മനുഷ്യന്റെ മൂത്രത്തിൽ പോലും, അതുപോലെ കണ്ണുനീരിലും യോനി സ്രവത്തിലൊക്കെ ഫിറമോണുകൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 1976 ബോൺസാലും വാർണറും എന്ന രണ്ട് സയന്റിസ്റ്റുകൾ ചേർന്ന് മനുഷ്യ സ്ത്രീകളുടെ യോനി സ്രവത്തില് ആലിഫാറ്റുകളുടെ അംശമുണ്ടെന്നും അത് ഒരു ഫിറമോണായിട്ട് ആക്ട് ചെയ്യുന്നത്, അതായത് പുരുഷന്മാരെ ആകർഷിക്കാനും ലൈംഗികമായിട്ട് അവർക്ക് ഉത്തേജനം നൽകാനും സഹായിക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കണ്ടെത്തിയത് 1976 ബോൺസാലും വാർണറും ചേർന്നാണ്. ഡോക്ടർ ജോർജ് ഡോൾ, അദ്ദേഹം പുരുഷന്മാരുടെ വിയർപ്പിൽ നിന്നാണ് ഫിറമോൺ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് പുരുഷന്മാരുടെ വിയർപ്പില് ആൻഡ്രോസ്റ്റെർണോൺ എന്നൊരു കെമിക്കൽ രാസപദാർത്ഥം അടങ്ങിയിരിക്കുന്നെന്നും ഇത് സ്ത്രീകളെ ആകർഷിക്കാനും അവർക്ക് അവരെ ഉത്തേജിപ്പിക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ സ്ത്രീകളിൽ അണ്ടോൽപാദനം നടക്കാറുണ്ട്, ഓവം പ്രൊഡക്ഷൻ നടക്കാറുണ്ടല്ലോ. ആ സമയത്ത് കോപ്പിലിൻ എന്നൊരു ഫിറമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പുരുഷന്മാരെ ആകർഷിക്കാനും അവരിലും നേരത്തെ പറഞ്ഞ ലൈംഗിക ഉത്തേജനം നൽകാനും അവരുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് വർദ്ധിപ്പിക്കാനും കാരണമാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ മനുഷ്യരുടെ മൂക്കിൽ കാണപ്പെടുന്ന ഒരു അവയവമാണ് ജേക്കബ്സൺ ഓർഗൻ അഥവാ ജേക്കബിന്റെ അവയവം എന്നറിയപ്പെടുന്ന ഒമറോനാസൽ അവയവം. ഇത് നമ്മുടെ മൂക്കിലാണ് കാണപ്പെടുന്നത്. മൂക്കിലൂടെ പല ഫിറമോണുകളുടെയും അതുപോലെ സാമൂഹികപരമായിട്ടും പ്രത്യുൽപാദനപരമുള്ള പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട പല രാസപദാർത്ഥങ്ങളുടെയും സിഗ്നൽ റിസീവ് ചെയ്യാൻ അതിന് സഹായിക്കുന്ന ഒരു അവയവമായിട്ട് ഈ ജേക്കബ്സൺ അവയവം വർദ്ധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ചെറിയ ടോപ്പിക് ഡിസ്കസ് ചെയ്തത് ഫിറമോണുകൾ. അത് പല ടൈപ്പ് ഉണ്ടെന്നും പിന്നെ അതിനോടൊപ്പം തന്നെ ഹ്യൂമൻ ഫിറമോണും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ കിട്ടാവുന്ന കുറച്ച് നോട്ട്സ് ആണ് കളക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന നോട്ട്സ് കളക്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം.